ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റയാൻസ് കിച്ചൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ KFC ചിക്കനുമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വളരെ എളുപ്പമാണ്. നല്ല KFC കിട്ടുന്ന അതേ രീതിയിൽ നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടിയ ചിക്കനാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷയുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ KFC ഹോട്ട് വിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു നീളത്തിലുള്ള വിങ്സ് രണ്ടായിട്ട് പീസ് ചെയ്ത് ഞാൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഒരു 15 വിങ്സ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഇതിന്റെ ശരിക്കുമുള്ള റെസിപ്പിയിൽ നമ്മളിത് പാപ്രിക്ക പൗഡർ ആണ് ഇടുന്നത്. ഞാനിത് സാധാരണ മുളക് പൊടിയാണ് ഇടുന്നത്. പക്ഷെ ഒത്തിരി ആവരുത്, കാരണം ഇത് ഒത്തിരി മുളക് പൊടി ആയാൽ ആ KFCയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇനിയിപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഗാർലിക്, നമ്മുടെ പച്ച ഗാർലിക് അല്ല, ഇങ്ങനെ ഗാർലിക് ഗ്രാനുൾസ് എന്നും പറഞ്ഞ് കിട്ടും, അതൊരു കുറച്ച് ആഡ് ചെയ്യാൻ പോവാണ്. എന്താണെന്നറിയാം, ഇത് കുറച്ച് നാളാകുമ്പോൾ അതിങ്ങനെ കട്ടയായിട്ട് പോയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഇച്ചിരി കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിൽ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും പച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയൊന്നും ഇട്ടുണ്ടാക്കരുത്. ഇപ്പൊ ഞാൻ ഇട്ടത് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ആണ് ആഡ് ചെയ്തത്. ഇനിയിപ്പൊ നമുക്ക് കുറച്ച് ഒനിയൻ പൗഡർ, അതിങ്ങനെ ബോട്ടിൽ കിട്ടുന്നതാണ്, ഒനിയൻ ഗ്രാനുൾസ് എന്നും പറഞ്ഞ്, അതും ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പിഞ്ച് പാർസ്ലി ആഡ് ചെയ്യാം. പിന്നെ നമുക്കിതിൽ ഒറിഗാനോ ആഡ് ചെയ്യാം. നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യരുത്, കാരണം അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫുൾ ഫ്ലേവറേ മാറിപ്പോകും. അപ്പം നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് വരും, അപ്പം അത് കൊള്ളില്ല. അപ്പം നമ്മൾ ഇത്രയും സാധനവും ആഡ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് കഴുകി വാരി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചതാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കാണുമ്പം വളരെ എന്താ പറയുന്നത്, മുളക് പൊടി കുറവായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾക്ക് ഇത്തിരൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇത്തിരൂടെ ആഡ് ചെയ്യാം. പക്ഷെ അപ്പോൾ ആ ഒരു നമ്മുടെ എന്താ പറയുന്നത് KFC ചിക്കൻ തിന്നുന്ന ആ ഒരു ടേസ്റ്റ് വരില്ല. ഒത്തിരി സ്പൈസി അല്ലല്ലോ അത്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന പൗഡറിൻ്റെ അകത്തും കുറച്ചുകൂടെ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നൊന്ന് നോക്കട്ടെ. ഉപ്പുണ്ട്, അത്യാവശ്യത്തിന് എരിവുണ്ട്, എല്ലാം ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്കൊരു മാക്സിമം 1-2 മണിക്കൂർ വെക്കാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ നല്ലതാണ്. ഇനിയിപ്പം നമുക്ക് ഇത് 2-3 മണിക്കൂർ വെച്ചിട്ട് കാണാം. ഇനിയിപ്പം നമുക്ക് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഒരു 1/2 കപ്പ് മൈദ എടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മൈദയുടെ കൂടെ ഒരു 1/4 കപ്പ് മൈദ കൂടെ കൂടുതൽ എടുത്താൽ മതി. ഒരു 3/4 കപ്പ് മൈദ തന്നെ എടുത്താൽ മതി. അപ്പോൾ അതൊരു പ്രശ്നമില്ല. അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് ആഡ് ചെയ്യാം. സാധാരണ അവർ ആഡ് ചെയ്യുന്ന പാപ്രിക്ക പൗഡറാണ്. ഞാൻ നോർമൽ മുളക് പൊടിയാണ് ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒനിയൻ ഗ്രാനുൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്യുവാണ്. ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ നമുക്ക് ഗാർലിക് ഗ്രാനുൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒരു 1/4 ടീസ്പൂണ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് തൈം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം.
ഒറിഗാനോയ്ക്കൊക്കെ നല്ല സ്മെല്ലാവും കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുറച്ച് ഇറ്റാലിയൻ സീസണിങ് ഉണ്ട്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നുള്ള പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ കോൺഫ്ലവറും മൈദയും ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് വരട്ടെ. ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ പൊട്ടലിൽ ചെറിയ അപാകതയുണ്ട്. ഇതെടുക്കാനായിട്ട് ചിന്നുകുട്ടി എന്നെ ഒരു ട്രിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. റോഷണറി അതെങ്ങനെയാണോ ചിന്നുകുട്ടി പറഞ്ഞേക്കുന്നത്? വെള്ളം തൊട്ടിട്ട് ഫെയിലായ അവളെ പറയാം. കണ്ടോ, ഇതുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ട്രിക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടോ? ഇങ്ങനെ മുട്ട പൊട്ടിക്കുമ്പോൾ മുട്ടയുടെ തൊണ്ട അതിൽ ചാടിയ ചിന്നുകുട്ടി പറഞ്ഞ വെള്ളം തൊട്ടിട്ട് ടിക്കൂന്നൊന്ന് മുട്ടിയാൽ മതി, അത് കുറഞ്ഞു നമുക്ക് കൂടെ പോരുന്നു. മോളായതുകൊണ്ട് പറയല്ല. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് പാലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കാണാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ ഇങ്ങനെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറായി. ഇനിയിപ്പൊ നമുക്ക് ഇതെങ്ങനെയാ കോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ നമ്മള് പ്രശ്നം കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ചിക്കൻ പീസ് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഇതിനൊരു ഹെൽപ്പർ ആവശ്യമാണ്. ക്യാമറമാൻ ഫ്രീ അല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാൻ പോണേ. ഇങ്ങനെ എഗ്ഗിൽ മുക്കിയിട്ട് ഇന്നൊന്ന് തട്ടി കൊടുക്കണം. എന്നിട്ട് ഈ മൈദയുടെ ആ മിക്സിലേക്ക് ഇങ്ങനെ ഇടണം. നമുക്ക് 2 കൈകൾ വളരെയധികം അത്യന്താപേക്ഷിതമാണ്. എന്നിട്ട് ഇതിങ്ങനെ മുക്കി വെക്കണം. ഇനി ഇത് ഒരു പ്രാവശ്യം കൂടെ ഈ എഗ് വൈറ്റിൽ മുക്കി ഈ മാവിൽ മുക്കിയിട്ട് വേണം വറക്കാനായിട്ട്. നിങ്ങൾക്ക് അത്രയും കട്ടിയുള്ള കോട്ടിങ് വേണ്ട എങ്കിൽ ഒരു പ്രാവശ്യം കോട്ട് ചെയ്താൽ മതി. പക്ഷെ എപ്പോഴും 2 പ്രാവശ്യം കോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലതല്ലേയുള്ള. അപ്പം നമുക്ക് 2 പ്രാവശ്യം കോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സാധാരണ നല്ലതായിട്ട് വരാറുണ്ട്. അപ്പം അത് കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് 2 പ്രാവശ്യം കോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ മൊത്തം കോട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഒരാളുള്ളത് കൊണ്ടാണ്, അല്ലെ സാധാരണ ഞങ്ങൾ കോട്ട് ചെയ്ത് എണ്ണയ്ക്കകത്തോട്ട് ഇടുകയാണ് ചെയ്യാറ്. പക്ഷെ ഇപ്പം എനിക്ക് തന്നെ ഇത് കോട്ട് ഇടുക എല്ലാം കൂടെ ചെയ്യാൻ പാടായതുകൊണ്ട് ഞാനിങ്ങനെ ഇത് വെക്കുന്നത്. അങ്ങനെ നമുക്കിതെല്ലാം കോട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മൾ ഇതെല്ലാം ഓരോ ട്രിപ്പ് മുട്ടയിൽ മുക്കി മാവിൽ മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിത് ഓരോ റൗണ്ട് കൂടെ ഈ സെയിം സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്. ആദ്യമേ ഇത് ഒരെണ്ണം എടുത്തിട്ട് വീണ്ടും മുട്ടയിൽ മുക്കിയിട്ട് മാവിൽ മുക്കി വീണ്ടും ഒന്നുകൂടെ, അതായത് ഡബിൾ കോട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ സെയിം സ്റ്റെപ്പ് ഞാൻ ഫുള്ള് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഇതുപോലെ എല്ലാം ചെയ്യാൻ പോവാണ്. 2 പ്രാവശ്യം വെച്ച് മുക്കി മുട്ടയിൽ മുക്കുക, ഇനി വെക്കുക, അങ്ങനെ എല്ലാം ഒന്ന് ചെയ്തിട്ട് കാണിക്കാം. നമ്മൾ ആദ്യമേ ഒരു മുട്ടയായിരുന്നു എടുത്ത്, അത് ഇത്തിരി കുറവായിപ്പോയി. ഇത്രയും കൂടെ മിച്ചം ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഇനി ഒരു മുട്ടയും കൂടെ എടുക്കുവാണ്. അപ്പം നിങ്ങൾ ഇത്രയും എണ്ണ എടുക്കുമ്പോൾ 2 മുട്ട ഉപയോഗിക്കണം. ഒരു തുള്ളി പാലൂടെ, ഒരു ടേബിൾ സ്പൂണോളം പാലൂടെ ആഡ് ചെയ്യുവാണ്. ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മറ്റേത് ചെയ്തപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയും കൂടെ ഞാൻ റെഡിയാക്കിയിട്ട് കാണിക്കാം. നമ്മളിതെല്ലാം മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെടുത്ത മാവ് പൊടി ഇത്തിരി കൂടുതലായി പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുമ്പം 1/2 കപ്പ് മൈദയും ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒത്തിരി വേസ്റ്റ് ആകും. അപ്പം ഞാനിത് കറക്റ്റ് എമൗണ്ട് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നമുക്ക് ഇതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം.
ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുവാണ്. ഞാൻ ഫ്ലെയിം കുറയ്ക്കാൻ പോവാണ്. നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതിടാൻ, കാരണം ഇത് വേവണം. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം കുറയ്ക്കുവാണ്. ഇനിയിപ്പം നമുക്കിങ്ങനെ എല്ലാം ഓരോന്ന് പെറുക്കി ഇട്ട് കൊടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലാതെ എണ്ണ കുറച്ചൊഴിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റില്ലത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണ കുറച്ച് കൂടുതൽ തന്നെ വേണ്ടി വരും. കൊള്ളുമായിരിക്കും. നിങ്ങൾ മാക്സിമം ഇത് മുക്കി അന്നേരം എണ്ണയ്ക്കകത്തോട്ട് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ഇടാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പം ഞാൻ ഈ ക്യാമറയും ഇതും എല്ലാം കൂടി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പുരട്ടി വെക്കുന്നത്. അതിലും നല്ലത് മുക്കി എണ്ണയ്ക്കകത്തോട്ട് ഇടുവാണ്. ഇപ്പോൾ നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പം അതൊന്നും അങ്ങനെ കിടക്കട്ടെ. ഇത് നന്നായിട്ട് കുറച്ചാണ് കിടക്കുന്നത്. ഒന്ന് ഇറക്കി കൊടുക്കേണ്ടത് അതങ്ങനെ കിടന്നോട്ടെ. ഇത് നമുക്കൊരു 5 മിനിറ്റ്, ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ പയ്യെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ എണ്ണയിലിട്ടിട്ട് ഏകദേശം 5 മിനിറ്റായി. നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. നമുക്കെല്ലാം മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട ഉടനെ മറിച്ചിട്ടാൽ അതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പൊടിയെല്ലാം വീണ് എണ്ണയെല്ലാം പതയും. അതുകൊണ്ട് ഒരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടേ മറിച്ചിടാൻ പോകാവുള്ളൂ. കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എന്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇത് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരുപോലെ ആയിട്ട്. നമുക്കിനി ഇത് അടുത്ത ഈ ഒരു സൈഡ് 5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തം ഒരു 20 മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഞാനിത് ഒന്നുകൂടെ മറിച്ചിടുവാണ്. ഇപ്പം ഏകദേശം ഒരു അരവേവൊക്കെ ആയിട്ടുണ്ട്. ഇത് തീരെ എണ്ണയുടെ ചൂട് കുറയുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കണം. ഒരു തിള വന്നാൽ മതി. തീരെ കുറയുവാണെന്നുണ്ടെങ്കിൽ പക്ഷെ ഒത്തിരി കൂട്ടിയിട്ട് കൊടുക്കരുത്. ഒത്തിരി കൂട്ടിയിട്ട് കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറിൽ ചിക്കൻ എടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളിതെല്ലാം ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചായിരുന്നു പക്ഷെ ഇപ്പം ഞാനത് കഴിഞ്ഞൊരു 3 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഞാനിത് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കുവാണ്. ഇനി മറിച്ചും തിരിച്ചുവിട്ട് ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് കൂടെ മറിഞ്ഞൂടെ കിടന്നാൽ മതി. ഇപ്പം ഞാൻ തീ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ആ ഒരു കളറ് വരാൻ വേണ്ടി. ഇനിയിപ്പം ഒരു 3 മിനിറ്റ് ഈ ഒരു അത്യാവശ്യം നല്ല തീയിലും കൂടെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കും നല്ല കളറും ആയിക്കോളും. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മൊത്തം 16 മിനിറ്റാണ് ഇതെടുക്കാൻ പോകുന്നത്. ഇത് ആയി കഴിയുമ്പോൾ ഞാൻ പറയാം. ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നോക്കാം. ഏകദേശം ആ ഒരു കളറായിട്ടുണ്ട്. 2-3 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിക്കോളും. ഇപ്പം നമ്മളിത് 17-18 മിനിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ എത്രമാത്രം കളർ മനസ്സിലാവുന്നുണ്ടോ റോഷ? കളർ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? കണ്ടോ?
ഇതാണ് ഇപ്പൊ നമ്മുടെ അതേ സെയിം. നിങ്ങൾക്ക് ടേസ്റ്റ് ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പം നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ പറയുന്നത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനിത് ഒത്തിരി പ്രാവശ്യം പല തരത്തിൽ ട്രൈ ചെയ്തു, പക്ഷെ എനിക്കൊരു പെർഫെക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് സൂപ്പറാണിത്. നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട, നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ അതിൻ്റെ ആ സ്കിന്നൊക്കെ ഇരിക്കുന്നത് നോക്കിയേ, അവിടുന്ന് കിട്ടുന്ന പോലെ സെയിം ആയിരിക്കുന്നത്. നമ്മളിത് മൊത്തം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി പ്ലേറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഇതാണ് നമ്മുടെ അടിപൊളി KFC ചിക്കൻ എൻ്റെ വേർഷനിൽ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരെണ്ണം മുറിച്ച് കാണിക്കാം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? വളരെ നല്ല ക്രിസ്പിയാണ്, അവർ നല്ല സോഫ്റ്റുമാണ്. സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.